തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ എൻ്റെ പതിവ് രോഗീ സന്ദർശനം കഴിഞ്ഞ് മടങ്ങും വഴിക്ക് വെച്ച് ഇൻസ്പെക്ടർ റഗുലാനെ കണ്ടുമുട്ടി. ഞാൻ വിഷയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷെപ്പേർഡ്. അയാൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ചാൾസ് കെന്റ്? ഞാൻ സംശയിച്ചു. അതെ, ചാൾസ് കെന്റ് തന്നെ. ഡോഗ് ആൻഡ് വിസിൽസ് ബാറിലെ പരിചാരിക സാലി ജോൺസ് അവനെ തിരിച്ചറിഞ്ഞു. അവൾ അവനെ നന്നായി ഓർക്കുന്നുണ്ട്. 5 പേരുടെ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും അയാളെ അവൾ ഓർത്തെടുത്തു. 9:45 ആകുന്നതിന് തൊട്ട് മുൻപാണത്രേ അവൻ ബാറിലേക്ക് എത്തിയത്. ഈ ബാർ ഫെൻലി പാർക്കിൽ നിന്നും കൃത്യം 1 കിലോമീറ്റർ അകലെയാണെന്നതും സത്യമാണ്. അവൻ്റെ കയ്യിൽ ധാരാളം പണം ആ സമയത്ത് ഉണ്ടായിരുന്നതായും അവൾ ഓർക്കുന്നു. കുറച്ചേറെ പണം അവൻ്റെ പോക്കറ്റിൽ അവൾ കണ്ടിരുന്നുവത്രേ. ഇത്രമാത്രം സമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ഇട്ടിരിക്കുന്നത് വലിയ ബൂട്ടുകളാണെന്ന് കണ്ടത് അവളെ അത്ഭുതപ്പെടുത്തിയത്രേ. ആ പണം അക്രോയിഡിൻ്റെ കാണാതെ പോയ 40 പൗണ്ട് തന്നെയാണെന്ന് ഉറപ്പിക്കാം. അയാൾ ഇപ്പോഴും എന്തിനാണ് ഫെൻലിയിൽ എത്തിയതെന്ന കാര്യം മറച്ചുവെക്കുകയാണോ? അവനൊരു മടിയനായ കഴുത തന്നെയാണ്. ഞാൻ ഇന്ന് കാലത്തുകൂടി ലിവർപൂളിലെ മിസ്റ്റർ ഹേസുമായി ഇക്കാര്യം സംസാരിച്ചതേയുള്ളൂ. ഹെർക്യൂൾ പോയിറോട്ട് പറയുന്നത് കെന്റ് ഫെൻലിയിൽ ആ രാത്രിയിൽ പോയതിൻ്റെ രഹസ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ്. ഞാൻ പറഞ്ഞു. അങ്ങനെയോ? ഇൻസ്പെക്ടർ റഗുലാൻ ആകാംക്ഷപൂർവ്വം തലകുലുക്കി. അതെ, അയാൾ ജനിച്ചത് കെന്റിൽ ആയതുകൊണ്ടാണത്രേ ഫെൻലി പാർക്കിൽ എത്തിയത് എന്നാണ് പോയിറോട്ട് പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് പോയിറോട്ടിനോടുള്ള നീരസം ഞാൻ ആ ഇൻസ്പെക്ടറിലേക്കും പകർന്നു നൽകി. അദ്ദേഹം തികച്ചും അസ്വസ്ഥതയോടെ എന്നെ തുറിച്ചു നോക്കുകയും എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ട് തൻ്റെ താടിയും നെറ്റിത്തടവും തലോടുകയും ചെയ്തു. ആ വൃദ്ധനായ മനുഷ്യൻ ഇവിടേക്ക് വന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഒരു അനന്തരവനെ അയാൾക്ക് ഇവിടെ നിന്നും കിട്ടിയേക്കാം. പോയിറോട്ടിനെ കുറിച്ചാണോ? ഞാൻ അതിശയത്തോടെ ചോദിച്ചു. അക്കാര്യങ്ങളൊന്നും അദ്ദേഹം താങ്കളോട് സൂചിപ്പിച്ചില്ലേ? ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ ഇത് വളരെ കഷ്ടം തന്നെയാണ്. താങ്കളോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇൻസ്പെക്ടർ റഗുലാന്റെ മുഖത്ത് വീണ്ടും ഒരു നിരാശ പടർന്നു. താങ്കളുടെ സഹോദരി തന്നെ, മിസ്റ്റർ ഷെപ്പേർഡ്. അവളാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ശരിക്കും? ഞാൻ അത്ഭുതപ്പെട്ടു. കരോലിൻ ഒരു സംഭവം തന്നെയാണ്. ഓരോ വ്യക്തികളുടെയും കുടുംബചരിത്രത്തിൻ്റെ അവസാനത്തെ കാര്യവും അറിയുന്നതുവരെ കരോലിൻ വിശ്രമിക്കുകയില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവളിലെ ഈ സ്വഭാവം അടക്കി നിർത്താൻ എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടുമില്ല. ഇൻസ്പെക്ടർ, താങ്കൾ കാറിലേക്ക് കയറൂ. കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കുടനെ ലാർഷ്യസിലേക്ക് ഒന്നിച്ചു പോകാം. എന്നിട്ട് ബെൽജിയംകാരനായ നമ്മുടെ സുഹൃത്തുമായി ഈ കേസിൻ്റെ അവസാനത്തെ പുരോഗതികൾ ചോദിച്ചറിയാം. ഞാനും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ആ വിരലടയാളങ്ങളുടെ കാര്യത്തിൽ അയാൾ തന്ന വിലപ്പെട്ട വിവരം ഒരിക്കലും മറക്കാനാവില്ല. കെന്റുകാരനായ ആ ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള രഹസ്യം ഇപ്പോഴും അയാളുടെ തലച്ചോറിൽ വിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങളായിരിക്കാം അത്. പതിവ് പോലെ തികച്ചും സൗഹാർദ്ദപരമായി പോയിറോട്ട് നിറഞ്ഞ ചിരിയോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹവുമായി പങ്കുവെച്ചു. അദ്ദേഹം അതെല്ലാം കേട്ട് തലകുലുക്കിയിരുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? അല്പം നിരാശയോടെ ഇൻസ്പെക്ടർ തുടർന്നു. 1 കിലോമീറ്റർ അകലെയുള്ള മദ്യശാലയിലിരുന്ന് മദ്യപിക്കുന്ന ഒരാൾക്ക് അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കൊലപാതകം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവനെ നിങ്ങൾ വിട്ടയക്കാൻ പോവുകയാണോ? പോയിറോട്ട് ചോദിച്ചു. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. കുറെ പണം കൈവശം വെച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അയാളെ തടഞ്ഞു വയ്ക്കാൻ ഞങ്ങൾക്കാവില്ലല്ലോ. അതിൻ്റെ ഉറവിടം തെളിയിക്കാനും പ്രയാസം. പോയിറോട്ട് എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ടിരുന്നു. അയാൾ ആഴത്തിൽ ചിന്തിക്കും തോറും ആ മുഖഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. അയാളുടെ ഭാവപ്രകടനങ്ങളിൽ നിന്നും പലതും വായിച്ചെടുക്കാമെങ്കിലും അതെന്താണെന്ന് മാത്രം വ്യക്തമായില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ചാൾസ് കെന്റിനെ വിട്ടയക്കുകയില്ല. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം പോയിറോട്ട് പറഞ്ഞു. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസ്പെക്ടർ റഗുലാൻ അസഹ്യതയോടെ പോയിറോട്ടിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ ഒരിക്കലും അയാളെ വിട്ടയക്കുകയില്ല. ആ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ലെന്ന കാര്യം താങ്കൾ ചിന്തിക്കുന്നില്ലേ? അയാൾക്കതുമായി ബന്ധമില്ലെന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. പക്ഷേ അക്കാര്യം ഉറപ്പിക്കാനും കഴിയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താങ്കൾ എന്താണെന്ന് തെളിച്ചു പറയൂ. പോയിറോട്ട് കൈ ഉയർത്തി പ്രതിഷേധിച്ചുകൊണ്ട് തുടർന്നു. സുഹൃത്തെ, ഞാനെല്ലാം കേട്ടു. ഞാൻ പൊട്ടനല്ല, ഒരു വിഡ്ഢിയുമല്ല. അക്കാര്യത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കേസിനെ തെറ്റായ നിഗമനങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. തികച്ചും തെറ്റായ ദിശയിലേക്ക് തന്നെ. അത്രമാത്രം. ഇൻസ്പെക്ടർ ശബ്ദമുയർത്തി ഗൗരവത്തോടെയാണ് സംസാരിച്ചത്. എനിക്കറിയില്ല താങ്കൾ എങ്ങനെയാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയതെന്ന്. ഇവിടെ നോക്കൂ, 9:45 മണിക്ക് മിസ്റ്റർ അക്രോയിഡ് ജീവനോടെയുണ്ട്. താങ്കൾ അക്കാര്യം സമ്മതിക്കുന്നുണ്ടല്ലോ, അല്ലേ? സംശയത്തിനിടയില്ലാതെ തെളിയിക്കാത്തതൊന്നും തന്നെ ഞാൻ അംഗീകരിക്കാറില്ല, പോയിറോട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ആവശ്യത്തിന് സാക്ഷിമൊഴികളും തെളിവുകളുമുണ്ട്. മിസ് ഫ്ലോറ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ വല്യച്ഛന് ഗുഡ് നൈറ്റ് പറഞ്ഞതാണോ?
ആ പെൺകുട്ടി സുന്ദരിയും ആകർഷണീയതയുള്ളവളുമായിരിക്കാം. എന്നാൽ അവൾ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പാർക്കർ കണ്ടതല്ലേ? ഇല്ല. പൊയ്റോട്ടിന്റെ ശബ്ദം മൂർച്ചയേറിയതും കഠിനവുമായിരുന്നു. അവൻ അക്കാര്യം കണ്ടിട്ടില്ല. അക്കാര്യം പിന്നീട് ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഡോക്ടർ, താങ്കൾ അക്കാര്യം ഓർക്കുന്നില്ലേ? ഫ്ലോറയുടെ കൈ സ്റ്റഡി റൂമിന്റെ വാതിൽ പിടിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാർക്കർ അവളെ കണ്ടതായി പറയുന്നത്. എന്നാൽ അക്രോയിഡിന്റെ മുറിയിൽ നിന്നുമാണ് ഫ്ലോറ ഇറങ്ങി വന്നതെന്ന് അവൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ സമയത്ത് അവൾ എന്തു ചെയ്യുകയായിരുന്നു? ഒരുപക്ഷെ അവൾ കോണിപ്പടി ഇറങ്ങി അവിടെ വന്ന് നിന്നതാവാം. ആ കോണിപ്പടികൾ അവസാനിക്കുന്നത് അക്രോയിഡിന്റെ കിടപ്പുമുറിയിലേക്കാണ്. തീർച്ചയായും. ഇൻസ്പെക്ടർ ആകപ്പാടെ അന്തളിച്ച മട്ടിലായി. താങ്കൾ ചിന്തിക്കുന്നത് അവൾ ആ സമയം അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്കാണ് പോയതെന്നാണോ? എന്തിന്? ശരി, അങ്ങനെയെങ്കിൽ എന്തിനാണ് അവൾ കള്ളം പറഞ്ഞത്? അതാണ് യഥാർത്ഥ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അവൾ അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവൾ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനാവൂ. നിങ്ങൾ പറയുന്നത് ആ പണത്തെക്കുറിച്ചാണോ? ആ 40 പൗണ്ട് അക്രോയിഡിന്റെ മുറിയിൽ നിന്നും അപഹരിച്ചത് ഫ്ലോറയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല, പൊയ്റോട്ട് പറഞ്ഞു. അദ്ദേഹം തുടർന്നു. ഞാൻ താങ്കളെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ആ അമ്മയ്ക്കും മകൾക്കും ജീവിതം അത്ര ശുഭകരമായിരുന്നില്ല. നിരവധി കടങ്ങൾ അവർക്ക് കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ റോജർ അക്രോയിഡ് അർഭിഷ്യക്കനായിരുന്നു. ഓരോന്നിനും കൃത്യമായ മാനദണ്ഡങ്ങൾ അയാൾ പാലിച്ചിരുന്നു. ചെറിയ തുകയ്ക്ക് പോലും ആ പെൺകുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. അവൾ ആ പണം അപഹരിച്ചു. എന്നിട്ട് ആ ചെറിയ ഗോവണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. ഗോവണിപ്പടിയുടെ പകുതി പിന്നിട്ടപ്പോഴാണ് ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം അടുത്ത മുറിയിൽ നിന്നും അടുത്തടുത്ത് വരുന്നത് അവൾ കേട്ടത്. പാർക്കർ സ്റ്റഡി റൂമിലേക്ക് വരികയാണെന്ന് അവൾക്ക് ബോധ്യമായി. തന്നെ ഗോവണിപ്പടിയിൽ വെച്ച് പാർക്കർ കാണാനിടയായാൽ പിന്നീട് പണം നഷ്ടമായ കാര്യം അക്രോയിഡ് അറിയുമ്പോൾ പാർക്കർ തന്നെ സംശയിക്കുമെന്ന് അവൾ മനസ്സിലാക്കി. പാർക്കർ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ഓടി അക്രോയിഡിന്റെ സ്റ്റഡി റൂമിന്റെ വാതിലിന്റെ ഹാൻഡിലിൽ കൈപിടിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ ഭാവിച്ചു നിന്നു. പെട്ടെന്ന് അവളുടെ തലയിൽ ഉദിച്ചതാണ്, വല്യച്ഛനെ ഇനിയും ആരും ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ പാർക്കറോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇക്കാര്യം അക്രോയിഡ് തന്നെ അന്ന് വൈകുന്നേരം പറഞ്ഞിരുന്നതാണ്. അവൾ പിന്നീട് സ്റ്റെയർ കയറി അവളുടെ മുറിയിലേക്ക് തന്നെ പോയി. ശരി, സമ്മതിക്കുന്നു. ആ ഇൻസ്പെക്ടർ വീണ്ടും പൊയ്റോട്ടിന്റെ മുഖത്തേക്ക് നോക്കി അസ്വസ്ഥനായി ചോദിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ സത്യം തുറന്നു പറയേണ്ടതിന്റെ പ്രാധാന്യം അവൾക്ക് ബോധ്യമുള്ളതല്ലേ? ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇതിനെ ആശ്രയിച്ചല്ലേ? പൊയ്റോട്ട് തുടർന്നു. അതിനുശേഷം ഫ്ലോറയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അവളെ വിളിച്ചുണർത്തുകയും പോലീസ് എത്തിയിട്ടുണ്ടെന്നും വീട്ടിൽ ഒരു കൊള്ള നടന്നതായി സംശയിക്കുന്നുവെന്നും പറയേണ്ടി വന്നു. സ്വാഭാവികമായും അവൾ ചിന്തിച്ചത് അവൾ പണാപഹരണം നടത്തിയത് പിടിക്കപ്പെട്ടുവെന്നാണ്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനായി അവൾ ഇങ്ങനെ ഒരു ആശയം കണ്ടെത്തി. അതിൽ ഉറച്ചു നിന്നു. വല്യച്ഛൻ കൊല്ലപ്പെട്ടെന്നറിഞ്ഞതോടെ അവൾ ആകെ ഭയന്നുപോയി. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരികൾക്ക് അത്ര പെട്ടെന്നൊന്നും ബോധക്ഷയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവൾ ഈ കഥയിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ അവൾക്ക് നടന്നതെല്ലാം തുറന്നു പറയേണ്ടി വരും. അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരിക്കലും താനൊരു കള്ളിയാണെന്ന് തുറന്നു പറയാൻ തയ്യാറാവുകയില്ല. പ്രത്യേകിച്ചും അവളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ. ഇൻസ്പെക്ടർ റെഗുലാൻ തൻ്റെ മുഷ്ടി ചുരുട്ടി മേശപ്പുറത്ത് ആഞ്ഞിടിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. താങ്കൾ ഇക്കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കണ്ടെത്തിയത്? തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ മുന്നിൽ കണ്ടിരുന്നു. മിസ് ഫ്ലോറ എന്തോ പ്രധാനപ്പെട്ട കാര്യം എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടെന്ന് തുടക്കം മുതൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇത് ശരിയാണെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഡോക്ടറുടെ സഹായത്തോടെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത്. അത് പാർക്കറെ മനസ്സിലാക്കാനാണെന്നല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ നീരസത്തോടെ ചോദിച്ചു. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയാണ്. ഇൻസ്പെക്ടർ എഴുന്നേറ്റു. ഇപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ആ യുവതിയെ ഉടനെ കണ്ടെത്തണം. മിസ്റ്റർ പൊയ്റോട്ട്, താങ്കൾ എന്നോടൊപ്പം ഹെൻലി പാർക്കിലേക്ക് ഒന്ന് വരുമോ? തീർച്ചയായും. ഡോക്ടർ ഷെപ്പേർഡ് അദ്ദേഹത്തിൻ്റെ കാറിൽ നമ്മളെ അവിടെ എത്തിക്കും. സമ്മതമെന്ന പോലെ ഞാൻ തലകുലുക്കി. ഞങ്ങൾ ഫ്ലോറയെ ബില്ലിയാർഡ് റൂമിൽ കണ്ടെത്തി. ജനലിന് സമീപത്തുള്ള വലിയ സീറ്റിൽ മിസ്റ്റർ ബ്ലെൻഡും ഫ്ലോറയും ഇരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫ്ലോറ, ഇൻസ്പെക്ടർ അവളെ അഭിവാദ്യം ചെയ്തു. നിങ്ങളോട് മാത്രമായി 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. മേജർ ബ്ലെൻഡ് എഴുന്നേറ്റ് വാതിക്കലേക്ക് പോയി. ഇതെന്താണ്? ഫ്ലോറ അസ്വസ്ഥതയോടെ ചോദിച്ചു. മേജർ ബ്ലെൻഡ്, താങ്കൾ പോകരുത്. അദ്ദേഹവും ഇവിടെ നിൽക്കട്ടെ. അതിനെന്താണ് കുഴപ്പം? അവൾ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. 1-2 ചോദ്യങ്ങൾ മാത്രം. അതെൻ്റെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമാണ്.
അക്കാര്യം സ്വകാര്യമായി തന്നെ ചോദിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫ്ലോറ ഇൻസ്പെക്ടർ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവളുടെ മുഖം വിളറി വിളിക്കുന്നത് ഞാൻ കണ്ടു. അവൾ ബ്ലെൻഡിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കളും എന്നോടൊപ്പം ഇവിടെ തന്നെ വേണമെന്നാണ്. പ്ലീസ്, ഇൻസ്പെക്ടർക്ക് എന്തു തന്നെയാണ് ചോദിക്കാനുള്ളതെങ്കിലും അത് താങ്കൾ അറിയുന്നതിന് കുഴപ്പമില്ല. റെഗുലാൻ തൻ്റെ തോടുകൾ കുലുക്കി. ശരി, നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മിസ് ഫ്ലോറ, മിസ്റ്റർ പൊയ്റോട്ട് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ചില സാധ്യതകൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ അക്രോയിഡിൻ്റെ സ്റ്റഡി റൂമിൽ പോയിരുന്നില്ലെന്നും നിങ്ങൾ ആ സമയത്ത് അക്രോയിഡിനെ കാണുകയോ അദ്ദേഹത്തിന് ഗുഡ് നൈറ്റ് നേരുകയോ ചെയ്തിട്ടില്ലെന്നുമാണ്. ഫ്ലോറ തൻ്റെ മുഖം പൊയ്റോട്ടിന് നേരെ തിരിച്ചു. അദ്ദേഹം അവൾക്ക് നേരെ തലയാട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കൂടി തീന്മേശയ്ക്ക് ചുറ്റും കൂടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന്. പാപ്പ പൊയ്റോട്ടിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഞാനത് കണ്ടെത്തും. അതല്ലേ ശരി? നോക്കൂ, ഞാൻ കാര്യങ്ങൾ തെളിച്ചു പറയാം. നിങ്ങളാണ് ആ പണം എടുത്തത്, അങ്ങനെയല്ലേ? പണമോ? ബ്ലെൻഡ് അവിശ്വസനീയതയോടെ ഒച്ചവെച്ചു. ഏതാണ്ട് ഒരു മിനിറ്റ് നേരം ആരുമൊന്നും പറഞ്ഞില്ല. പിന്നീട് ഫ്ലോറ സംസാരിച്ചു തുടങ്ങി. മിസ്റ്റർ പൊയ്റോട്ട് പറഞ്ഞത് ശരിയാണ്. ഞാനാണ് ആ പണം എടുത്തത്. ഞാൻ മോഷ്ടിച്ചിരിക്കുന്നു. ഞാനൊരു കള്ളിയാണ്, ഒരു വൃത്തികെട്ട കൊച്ചുകള്ളി തന്നെ. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് വെളിച്ചത്ത് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതെൻ്റെ മനസ്സിനെ വേട്ടയാടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫ്ലോറ സെറ്റിയിലേക്കിരുന്നു. അവൾ തൻ്റെ കൈകൊണ്ട് മുഖം പൊത്തി. അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടി അവൾ തുടർന്നു. ഞാനിവിടെ വന്നതു മുതൽ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. നിരവധി ആവശ്യങ്ങൾ, അതെല്ലാം നടത്തിയെടുക്കാൻ ഒട്ടനവധി കള്ളങ്ങൾ പറഞ്ഞു, വഞ്ചിച്ചു. ഉടനെ തരാമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. കടം കുമിഞ്ഞുകൂടി. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ വെറുത്തു പോവുകയാണ്. റാൽഫും ഞാനും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് വളർന്നത്. ഞങ്ങൾ തികച്ചും ദുർബലരായിരുന്നു. എനിക്കവനെ മനസ്സിലാവും. എന്നോട് ക്ഷമിക്കുക. ഞങ്ങൾക്ക് തനിച്ച് നിവർന്നു നിൽക്കാൻ പോലും കെൽപ്പില്ലായിരുന്നു. ഞങ്ങൾ അത്രമാത്രം ചവിട്ടി അരയ്ക്കപ്പെട്ടു. ദുരിതവും ദാരിദ്ര്യവും ഒന്നുപോലെ ഞങ്ങളെ വേട്ടയാടി. അവൾ ബ്ലെൻഡിനെ നോക്കി. തുടർന്ന് കാൽ നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ ഒരു കള്ളിയെപ്പോലെ മിടിച്ചു നോക്കുന്നത്? നിങ്ങൾ അവിശ്വസനീയമായിട്ടാണല്ലോ നോക്കുന്നത്. ഞാനൊരു കള്ളിയായിരിക്കാം, പക്ഷേ എങ്ങനെയായാലും ഞാനിപ്പോഴും ഫ്ലോറ തന്നെയാണ്. ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സുന്ദരിയും സത്യസന്ധയുമായ പെൺകുട്ടിയായി ഇനി ഞാൻ നടിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും എൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഞാനത് കാര്യമാക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, എന്നെ തന്നെ ശപിക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം. റാൽഫിൻ്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഒരുക്കമാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം റാൽഫിനെതിരെയാണ്. ഞാൻ കള്ളം പറഞ്ഞത് ഒരിക്കലും അവനെ ദ്രോഹിക്കാനല്ല. റാൽഫോ? ബ്ലെൻഡ് ചോദിച്ചു. നീ എപ്പോഴും റാൽഫിനൊപ്പമാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ ഒരിക്കലും അതിന് തയ്യാറാവുകയുമില്ല. തുടർന്ന് ഫ്ലോറ ഇൻസ്പെക്ടറുടെ നേരെ തിരിഞ്ഞു. സർ, ഞാനെല്ലാം സമ്മതിക്കുന്നു. എനിക്ക് പണത്തിന് അങ്ങേയറ്റത്തെ ആവശ്യമുണ്ടായിരുന്നു. അത്താഴത്തിന് ശേഷം അന്ന് രാത്രിയിൽ ഞാൻ വല്യച്ഛനെ കണ്ടിട്ടില്ല. ഇനി ആ പണത്തിൻ്റെ കാര്യം, അക്കാര്യത്തിൽ എന്ത് നടപടി വേണമെങ്കിലും താങ്കൾക്കെടുക്കാം. ഇതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്ക് പോയി. കൊള്ളാം, നിരാശ കലർന്ന ശബ്ദത്തിൽ ഇൻസ്പെക്ടർ പറഞ്ഞു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നിശ്ചയമില്ലാത്തതുപോലെ ആ ഇൻസ്പെക്ടർ പകച്ചു നിന്നു. മേജർ ബ്ലെൻഡ് മുന്നോട്ട് വന്നു. ഇൻസ്പെക്ടർ റെഗുലാൻ, അദ്ദേഹം ശാന്തനായി പറഞ്ഞു, ഒരു പ്രത്യേക ആവശ്യത്തിനായി മിസ്റ്റർ അക്രോയിഡ് എന്നെ ഏൽപ്പിച്ചതാണ് ആ പണം. ഫ്ലോറ ഒരിക്കലും ആ പണം എടുത്തിട്ടില്ല. അവളത് എടുത്തെന്ന് സമ്മതിക്കുന്നത് ഒരുപക്ഷെ ക്യാപ്റ്റൻ പേറ്റനെ രക്ഷിക്കുന്നതിനായിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞതാണ് സത്യം. ഇക്കാര്യം സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഒരുക്കവുമാണ്. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ തിടുക്കത്തിൽ ബ്ലെൻഡ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. പൊയ്റോട്ട് അതേ വേഗത്തിൽ അയാളെ പിന്തുടർന്നു. ഹാളിൽ വെച്ച് അവർ കണ്ടുമുട്ടി. സുഹൃത്തേ, താങ്കൾ സതുദ്ദേശത്തോടു കൂടി തന്നെയാണോ സംസാരിക്കുന്നത്? പൊയ്റോട്ട് ചോദിച്ചു. അതെ സാർ, ബ്ലെൻഡ് മറുപടി പറഞ്ഞു. ബ്ലെൻഡ് തികച്ചും അസ്വസ്ഥനായിരുന്നു. ആ അസ്വസ്ഥത അയാൾ പൊയ്റോട്ടിനോടും പ്രകടിപ്പിച്ചു. താങ്കളുടെ ഈ ഫാൻറ്റസി കഥ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഒരിക്കലും. ആ പണമെടുത്തത് ഫ്ലോറ തന്നെയാണ്. താങ്കൾ എത്ര വേഗത്തിലാണ് ഒരു കഥ മെനഞ്ഞെടുത്തത്. പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. വളരെ നന്ദി. എനിക്ക് അഭിപ്രായം തീരെയില്ല. വളരെ തണുപ്പ മട്ടിൽ ബ്ലെൻഡ് മറുപടി പറഞ്ഞു. ബ്ലെൻഡ് തിടുക്കത്തിൽ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ പൊയ്റോട്ട് ബലമായിട്ടല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. താങ്കൾ പോകാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. ഓരോരുത്തരും എന്തെല്ലാമോ മൂടി വയ്ക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയില്ലേ? താങ്കളും എന്താണ് മറച്ചു പിടിക്കുന്നതെന്ന് എനിക്കറിയാം. മിസ് ഫ്ലോറയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്.
അവളെ താങ്കൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. താങ്കൾ അവളെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്താ, അങ്ങനെയല്ലേ? നിങ്ങൾ ഇംഗ്ലീഷുകാരെന്തുകൊണ്ടാണ് പ്രേമം പോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? അതത്രയും മോശമായ ഒന്നാണോ? നിങ്ങൾ ഫ്ലോറയെ സ്നേഹിക്കുന്നു. ലോകത്തിൽ നിന്നും അക്കാര്യം മൂടിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് നല്ല കാര്യം തന്നെ. ഏതായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഹെർക്യൂൾ പൊയ്റോട്ടിന് താങ്കളോട് ഉപദേശിക്കാനുള്ളത് ഇക്കാര്യം അവളിൽ നിന്നൊരിക്കലും മറച്ചു പിടിക്കരുതെന്നാണ്. പൊയ്റോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെൻഡ് അസഹ്യതയോടെ വിരളി കൊണ്ടു. എന്നാൽ പൊയ്റോട്ട് പറഞ്ഞ അവസാനത്തെ വാചകം ബ്ലെൻഡിൻ്റെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കി. എന്താണ് നിങ്ങൾ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തികച്ചും ഗൗരവത്തിൽ ബ്ലെൻഡ് ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നത് അവൾ ക്യാപ്റ്റൻ റാൽഫ് പേറ്റനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. എന്നാൽ ഞാൻ ഹെർക്യൂൾ പൊയ്റോട്ട് താങ്കളോട് പറയുന്നു, അക്കാര്യം ഒരിക്കലും സത്യമല്ലെന്ന്. ഫ്ലോറ പേറ്റനെ അംഗീകരിക്കാൻ സമ്മതിച്ചത് വല്യച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വിവാഹത്തിലൂടെ ഇവിടുത്തെ തടവറയിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് അവൾ ചിന്തിച്ചത്. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. അവർക്കിടയിൽ ഇക്കാര്യത്തിൽ സഹാനുഭൂതിയും വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രേമം അതുമാത്രം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ പേറ്റനെ ഫ്ലോറ ഒരിക്കലും പ്രേമിച്ചിരുന്നില്ല. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ബ്ലെൻഡ് ചോദിച്ചു. സുഹൃത്തേ, താങ്കൾ ഇപ്പോഴും തികച്ചും അന്ധനാണ്. അവൾ വിശ്വസ്തയാണ്. റാൽഫ് പേറ്റൺ സംശയത്തിൻ്റെ പുകമറയിലും അവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താനാണ് അവൾ ശ്രമിക്കുന്നത്. അവനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് എനിക്ക് തോന്നി. ഞാൻ അക്കാര്യം ബ്ലെൻഡിനോട് പറഞ്ഞു. എൻ്റെ സഹോദരി കരോലിനും ഇതുതന്നെയാണ് പറയുന്നത്. ബ്ലെൻഡിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഫ്ലോറ ഒരിക്കലും ഒരു പെനിയുടെ വില പോലും റാൽഫിന് നൽകുന്നില്ലത്രേ. ഒരിക്കലും നൽകിയിട്ടുമില്ല. ഇക്കാര്യങ്ങളിൽ എൻ്റെ സഹോദരിയുടെ അഭിപ്രായം പൂർണ്ണമായും ശരിയാകാനാണ് സാധ്യത. എൻ്റെ അഭിപ്രായത്തെ ബ്ലെൻഡ് അത്ര വലിയ കാര്യമാക്കിയില്ല. അദ്ദേഹം പൊയ്റോട്ടിനോട് ചോദിച്ചു. നിങ്ങൾ അങ്ങനെ പറയാൻ? ഇടയ്ക്ക് വെച്ച് നിർത്തി. തൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയാൻ കഴിയാത്ത മനുഷ്യനാണ് ബ്ലെൻഡ്. ബ്ലെൻഡിൻ്റെ ഈ ഒരു പരിമിതിയെ പൊയ്റോട്ട് അത്ര കാര്യമാക്കിയില്ല. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഫ്ലോറയോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നാൽ ആ പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ താങ്കൾ ഒരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ്. ബ്ലെൻഡ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഞാൻ അവൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പണത്തിൻ്റെ കാര്യത്തിൽ റോജർ പിശുക്കനായിരുന്നു. അവളാകട്ടെ വല്ലാത്ത പ്രതിസന്ധിയിലും. റോജർ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. പാവം കുട്ടി. അവൾ തികച്ചും ഏകാഗിയായിരുന്നു. പൊയ്റോട്ട് എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ ഒരു വശത്തുണ്ടായിരുന്ന കഥകിലേക്ക് നോക്കി. അവൾ പൂന്തോട്ടത്തിലേക്കായിരിക്കും പോയത്. പൊയ്റോട്ട് പറഞ്ഞു. ഞാൻ തികച്ചും ഒരു വിഡ്ഢി തന്നെയാണ്. വിധിപ്പിക്കൊണ്ടാണ് ബ്ലെൻഡ് ഇത്രയും പറഞ്ഞത്. അയാൾ തുടർന്നു. നമ്മുടെ സംഭാഷണം തികച്ചും അസംബന്ധമായ കാര്യങ്ങൾ തന്നെ. ഒരുതരം ഡാനിഷ് നാടകങ്ങൾ പോലെ. നിങ്ങൾ ബുദ്ധിമാനാണ്. നന്ദിയുണ്ട് മിസ്റ്റർ പൊയ്റോട്ട്. പൊയ്റോട്ടിൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ബ്ലെൻഡ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അയാൾ നേരെ പൂന്തോട്ടത്തിലേക്കാണ് പോയത്. എല്ലാ അർത്ഥത്തിലും വിഡ്ഢിയാണെന്ന് പറയാനാവില്ല. ഒരു കാര്യത്തിൽ മാത്രം, പ്രേമത്തിൻ്റെ കാര്യത്തിൽ മാത്രം പൊയ്റോട്ട് പിറുപിറുത്തു.